നമസ്തേ എവരി വൺ. ഇന്ന് ഞാൻ ഒരു മോട്ടിവേഷണൽ ഓർ ഇൻസ്പിറേഷണൽ സ്പീച്ചസ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒരു സ്പീക്കറായി മാറുകയാണെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യണം? അപ്പോൾ ഇത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ നല്ലതാണ്. അപ്പോൾ നിങ്ങളൊരു മോട്ടിവേഷൻ സ്പീക്കറായിട്ടാകാൻ ആഗ്രഹിക്കുന്നെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ക്ലിയർ മെസ്സേജ് ആയിരിക്കണം കൊടുക്കുന്നത്, വളരെ വളരെ ക്ലിയർ മെസ്സേജ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നതിന് ഒരു ആധികാരികത, ഓതൻറ്റിസിറ്റി വേണം. പറയുന്നത് വളരെ ജെന്യുവിൻ, അതുപോലെ തന്നെ ഷെയറിങ് പേഴ്സണൽ സ്റ്റോറീസ് ആൻഡ് എക്സ്പീരിയൻസസ്. പിന്നെ അതിനകത്തൊരു നമ്മൾ കൊടുക്കുന്ന മെസ്സേജിനകത്ത് പോസിറ്റിവിറ്റി വേണം, ഓപ്റ്റിമിസം വേണം. നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിനെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതായിരിക്കണം. പിന്നെ റെലവൻസ്, നമ്മൾ ആരെയാണോ അഡ്രസ്സ് ചെയ്യുന്നത് അവർക്ക് ചേരുന്നതായിരിക്കണം. പിന്നെ നമ്മളെപ്പോഴും എംപവർമെൻറ്റ് നൽകുന്നതായിരിക്കും, അവരുടെ ലൈഫിൽ അവർക്ക് കൺട്രോൾ എടുക്കാവുന്നതിനെക്കുറിച്ച്. അതേപോലെ തന്നെ അവർക്ക് ഓരോന്ന് പറയുമ്പോഴത്തേക്കും ഒരു വിഷ്വൽ ഇമേജറി കൊടുക്കാനായിട്ട് കൃത്യമായിട്ട് വരണം. നമ്മൾ വളരെ വ്യക്തമായൊരു ലാംഗ്വേജ്, ആ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ 2000 രൂപയുടെ ഇപ്പോൾ 1 ബില്യൺ റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ പോലെ 10 അക്കങ്ങളുള്ള തുകയാണ്. ഇനി നമ്മൾ ആ രൂപ എടുത്തിങ്ങനെ നമ്മൾ അടുക്കി വെക്കുകയാണെങ്കിൽ, തൂക്കം നോക്കുകയാണെങ്കിൽ 2000 രൂപയുടെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ 500 കിലോ തൂക്കം വരും. അപ്പോൾ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 5-8 പേര് ഒന്നിച്ച് പിടിച്ചാലേ 1 ബില്യൺ 2000 രൂപയുടെ കെട്ടായിട്ട് വെച്ചിട്ടുണ്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വിഷ്വൽ ഇമേജാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ അവിടെ ഒരു അനക്ഡോട്ടൊക്കെ ഉപയോഗിച്ച് അപ്പോൾ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഒരു റിലയബിലിറ്റി വരണം നമ്മൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഹ്യൂമർ ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ക്ലാരിറ്റി, നമ്മൾ പറയുന്നതിനകത്ത് ക്ലാരിറ്റി ഈസ് ഓൾവേസ് പവർ. വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം, സ്ട്രക്ചർ വളരെ ഇതായിട്ട് വേണം. പിന്നെ ഈ എല്ലാ മോട്ടിവേഷണൽ സ്പീച്ചിനകത്തും നമ്മൾ എപ്പോഴും അവസാനിപ്പിക്കുന്ന കോൾ ടു ആക്ഷൻ, CTA എന്ന് പറയും. CTA ഇല്ലാതെ ഒരു ഇതും വരരുത്. അവസാനം നിങ്ങൾ ഇന്നത് ചെയ്യൂ എന്നുള്ളത് കോൾ ടു ആക്ഷൻ. അപ്പോൾ പ്രോംപ്റ്റിംഗ് ഓഡിയൻസ് ടു അപ്ലൈ, നമ്മൾ പഠിപ്പിച്ച ആ ഒരു മെസ്സേജ്. ദെൻ അഡാപ്റ്റബിലിറ്റി, സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് ചേരാവുന്ന രീതിയിൽ. അപ്പോൾ ക്രെഡിബിലിറ്റി, നമ്മൾ പറയുന്ന ഇതിന് ആ മെസ്സേജിന് ക്രെഡിബിൾ ആയിരിക്കണം. ഇൻക്ലൂസിവിറ്റി, അവരെ കൂടെ ഉൾപ്പെടുത്തിയ നമുക്ക് ഏവർക്കും എന്നൊക്കെ ഉള്ളതുപോലെ തന്നെ. അതുപോലെ തന്നെ ഒരു വളരെ ഡൈനാമിക് ഡെലിവറി, എപ്പോഴും ഒരു വെറൈറ്റി പേസിങ് സോൺ. അപ്പോൾ ടോൺ ഉപയോഗിക്കും, എപ്പോഴും വേരി ചെയ്യണം, കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കൊരു എംഫസൈസ് ടു മെയിൻറ്റെയിൻ ഓഡിയൻസ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗ്ലോബലി ഉള്ള ഏറ്റവും ടോപ്പ് സ്പീച്ചസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടെയൊക്കെ കാണാൻ പറ്റും, പ്രത്യേകിച്ച് ടെഡിനകത്ത് കിട്ടും. ഗ്ലോബലി ഉള്ള വലിയ സ്പീച്ചസ്. ഞാനിപ്പം ഗ്ലോബലി ഉള്ള ഒരുപാട് ട്രെയിനിങ്ങുകൾക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പലപ്പോഴും വരുന്ന മൈക്ക് സിസ്റ്റമൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ഡിജിറ്റൽ മൈക്ക് സിസ്റ്റമാണ് ഇങ്ങനെ വെച്ചേക്കും. എന്നിട്ട് അവർ പറയുമ്പോൾ നമ്മളോട് രഹസ്യം പറയുന്ന പോലെ ഒരു സുഹൃത്ത് സംസാരിക്കുന്ന ആ ഒരു ടോണിലാണ് സംസാരിക്കുന്നത്. അല്ലാതെ നമ്മളൊരിക്കലും നമ്മുടെ ഓഡിയൻസിനെ വിരട്ടിയോ പേടിപ്പിച്ചോ ഒന്നുമല്ല. അവരിലൊരാളായിട്ട് അവരെ പോലെ ഇപ്പോൾ സ്വല്പം മിസ്റ്റേക്കൊക്കെ വരുത്തുവാണെങ്കിൽ ഓഡിയൻസുമായിട്ട് കുറച്ചുകൂടി നമ്മൾ ചേരും. കാരണം ഓഡിയൻസ് മിസ്റ്റേക്ക് വരുത്തും. അപ്പോൾ അതുകൊണ്ട് ഒരു വാക്ക് തെറ്റിപ്പോയെന്ന് വിചാരിച്ചാൽ പ്രൊനൗൺസിയേഷൻ മാറിപ്പോയി, നോ പ്രോബ്ലം. പിന്നെ നമുക്ക് ചില കോഡ്സൊക്കെ അവിടെ ഉപയോഗിക്കാം. നമുക്ക് വളരെ മഹത്തായ ചില കോഡ്സൊക്കെ എടുത്ത് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ചില ഇൻറ്ററാക്റ്റീവ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി ആയി പോകരുത്. സേ യെസ് ഓർ നോ എന്നൊക്കെ പറഞ്ഞാൽ അത്രയൊക്കെ ആകാവും, ഇല്ല ഒത്തിരി ആയി കഴിഞ്ഞാൽ പോയി. പിന്നെ നമുക്ക് സ്റ്റോറി ടെല്ലിങ്, എപ്പോഴും നമുക്ക് ഏറ്റവും സ്പീച്ചുകളിൽ എപ്പോഴും വിജയം ഉണ്ടാകാൻ നമ്മൾ സ്റ്റോറി പറയാൻ പറ്റണം. പിന്നെ നമ്മൾ പറയുന്ന റിട്ടറിക്കൽ ഡിവൈസസ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന, അപ്പോൾ വാചാടോപ വിദ്യകളെന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ചില റെപ്പറ്റീസം, പാരലിസം, റിതമിക് ഇമ്പാക്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഞാൻ റിട്ടറിക്കും തന്നെ ഞാൻ യൂട്യൂബ് ചെയ്തില്ല, എങ്കിലും നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും പിന്നെ എന്താ പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാരെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഒരു പേഴ്സണൽ കണക്ഷൻ വേണം അവരുമായിട്ട് പറയുമ്പോഴത്തേക്കും, അവരെ ടച്ച് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എൻകറേജ്മെൻറ്റ്, അവർക്ക് നമ്മൾ നല്ലൊരു എൻകറേജ്മെൻറ്റ് കൊടുത്തുകൊണ്ട് വേണം പറയാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു തരുമ്പോൾ ഏതെല്ലാം അവസ്ഥയെ കൊണ്ടിട്ട് ഒരു റെസീലിയൻസ് കൊണ്ടുവരാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു താഴേക്ക് പോയി മൂഡ് ഡൗൺ ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, എല്ലാം ശരിയാകും, ബൗൺസിങ് ഫ്രം ദ ബാക്ക്. പിന്നെ നമുക്ക് പെർസിവറൻസ്,
പെർസിവറൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥിര ഉത്സാഹം, ഒരു ഡിറ്റർമിനേഷൻ, അതോടുകൂടി അവർ മുന്നോട്ട് പോയി രക്ഷപ്പെടുക. കറേജ്, ഏത് സിറ്റുവേഷനും നേരിടാനുള്ളൊരു കറേജ് കൊണ്ടുവരിക. സെൽഫ് ഡിസ്കവറി, അവരുടെ ഉള്ളിൽ തന്നെ പോയിട്ട് ചില ക്വാളിറ്റീസ് എന്നിലുണ്ടല്ലോ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുക. അവരെ കണ്ടൊരു പ്രത്യേകമായൊരു ഗോള് അവിടെ വെച്ച് തന്നെ സെറ്റ് ചെയ്യുക, മീനിങ് ഫുൾ ഗോളിൽ. മൈൻഡ് സെറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. കൃത്യമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചതിന് പകരം നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ടും ജീവിക്കുക. നമ്മളിങ്ങനെ നോക്കുമ്പം നമുക്കിങ്ങനെ നമ്മൾ സംസാരിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, അതിൽ ഒരുപാട് പേരെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ വേണം. പിന്നെ ഓവർകമ്മിങ് ഫിയർ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഏത് ഫിയറിനെ നമുക്ക് എങ്ങനെ ഡിഫീറ്റ് ചെയ്യാം. പിന്നെ അവരിൽ സെൽഫ് കോൺഫിഡൻസ് വളർത്താൻ പറ്റിയ ഒരുപാട് കാര്യം പറയാം. പിന്നെ അവരോട് സംസാരിക്കുമ്പോൾ ഒരു എമ്പതിയോടുകൂടി അവരുടെ സ്ഥാനത്ത് നമ്മളാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യും. പിന്നെ എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലൈഫിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ബ്ലെസ്സിങ്സ് ഓർത്തിട്ട്, പോസിറ്റീവ് ആസ്പെക്റ്റ് ഓർത്തിട്ട്, പിന്നെ എപ്പോഴും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ഓപ്റ്റിമിസം, കൂടുതൽ ഓപ്റ്റിമിസം അവരിലേക്ക് കൊടുക്കുക. ടീം വർക്കായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കുക. ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക, അവർ തങ്ങളിലെ ലീഡേഴ്സാകാൻ ഹെൽപ്പ് ചെയ്യുക. ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എൻകറേജ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഗുഡ് ട്രെയിനർ ആർ ബാഡ് ട്രെയിനർ എന്ന് പറഞ്ഞില്ല. ഏറ്റവും കൂടുതൽ ഇന്നൊവേറ്റീവായിട്ട് നടക്കുന്ന ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ട്രെയിനറാണ്, സ്പീക്കറാണ് ബെസ്റ്റ് സ്പീക്കർ എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ്, നമ്മൾ ആ സമയത്തിനകത്ത് നമുക്ക് തീർക്കാനായിട്ട് പറ്റണം. നമ്മൾ എല്ലാം തങ്ങളിലൊന്ന് ബാലൻസ് ചെയ്യണം, ജീവിതവും വർക്കും ലൈഫും എല്ലാമായിട്ട്. ഇപ്പം പറയുന്നതിനൊരു പാഷൻ വേണം, വളരെ അഭിനിവേശത്തോടു കൂടി പറയാൻ പറ്റണം. പിന്നെ ഏത് അഡ്വേഴ്സിറ്റി വന്നാലും ദാറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി, അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. കണ്ടിന്യൂസ് ലേണിംഗ്, വീണ്ടും നമ്മൾ പഠിച്ച് അതുപോലെ തന്നെ ഡൈനാമിക് ഓപ്പണിങ്, എപ്പം നമ്മൾ തുടങ്ങിയാലും ഭയങ്കരമായൊരു ഡൈനാമിക് ഓപ്പണിംഗ് ആണ് നമുക്ക് വരേണ്ടത്. അത് നമുക്ക് അനക്ഡോട്ടൊക്കെ പറയണം. അപ്പോൾ യൂസ് ഓഫ് അനക്ഡോട്ട്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. മെറ്റഫേഴ്സ്, രൂപകങ്ങൾ നമുക്ക് പറയാനായിട്ട്, അനാലജീസ് പറയാനായിട്ട് പറ്റുക. പിന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള ഇമോട്ടീവായിട്ടുള്ള ഇമോഷൻ ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒക്കാബുലറി നമ്മൾ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ അതിനനുസരണമായിട്ടുള്ള ബോഡി ലാംഗ്വേജ്, നമ്മൾ പറയുന്നതുമായിട്ട് ചേരുന്ന വോയിസ് മോഡുലേഷൻ നമുക്ക് താഴുകയും, പിച്ച്, ടോണ്, വോളിയം, പിന്നെ പവർഫുൾ കൺക്ലൂഷൻ നമ്മളത് സമ്മറൈസ് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ വിഷ്വൽ എയ്ഡായിട്ട് വല്ല എവിഡൻസ് ഒക്കെ കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പം സ്ലൈഡിലൊക്കെയാണ് ഞാൻ എപ്പോഴും അതിൻ്റെ എന്തെങ്കിലും എവിഡൻസ്, റെപ്പറ്റീഷൻ, ചില പോയിൻറ്റ്സ് നമ്മൾ മനഃപൂർവ്വമായിട്ട് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അത് മെമ്മറിയിൽ കറക്റ്റായിട്ട് നിർത്താനായിട്ട്. പിന്നെ ചിലത് നമ്മൾ ഇൻറ്ററാക്റ്റീവായിട്ട് ചില എക്സസൈസ് നമ്മൾ ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ചില സർപ്രൈസിങ് എലമെൻറ്റ്സ് നമ്മളവിടെ ഇത് ചെയ്യും. പിന്നെ അതിനകത്ത് നമ്മൾ അതുമായിട്ട് വളരെ റെലവൻ്റ് ആയിട്ടുള്ള പവർഫുൾ കോട്ട്സ്, ചിലപ്പോൾ എന്തൊരു ഇൻസ്പിറേഷണൽ മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്തെങ്കിലായി. പിന്നെ ഭയങ്കര പവർഫുള്ളാണ് പോസ്. ഇതുപോലെ നമ്മൾ സംസാരിക്കുന്ന കഴിഞ്ഞും വാചാലും വളരെ പരിചിതമുള്ള ആൾക്കാർ കൂടുതൽ പോസുകൾ ഉപയോഗിച്ച് അവർ സംസാരിക്കും. പിന്നെ ഡയറക്റ്റ് ഐ കോണ്ടാക്റ്റ്, നമ്മുടെ ഓഡിയൻസുമായിട്ട് നേരിട്ട് നോക്കിക്കൊണ്ട്. പിന്നെ എന്തൊക്കെ നമ്മൾ പറഞ്ഞാൽ ഓതൻറ്റിസിറ്റി ആണല്ലോ അവിടെ എല്ലാം, ഒരു ഹ്യൂമിലിറ്റി നമ്മൾ അതെപ്പോഴും നമുക്ക് അവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. പിന്നെ സിംപ്ലിസിറ്റി, ജീവിതം വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ. അതിന് വിഷ്വലൈസിങ് സക്സസ്, അപൂർവമായ സ്പീച്ച് ഡെലിവറി ചെയ്ത് എല്ലാവരും ഹാപ്പിയായി. ഇൻകോർപ്പറേറ്റിംഗ് ഹ്യൂമർ, ഏതെങ്കിലും അവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ആ ഒരു ഓഡിയൻസിന് വേണ്ടി മാത്രം ടൈലർ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നമുക്കിപ്പോൾ സ്പീച്ചസ് ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഭയങ്കര പവർഫുൾ ഓപ്പണിംഗ് ആണ്. അതുപോലെ തന്നെ വിൻസൻ ചർച്ചിലിൻ്റെ വി ഷാൽ ഫൈറ്റ് ഓൺ ദ ബീച്ചസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ആ സ്പീച്ച്. സ്റ്റീവ് ജോബ്സിൻ്റെ സ്റ്റാൻഫോർഡിൽ അദ്ദേഹം ഒരു കമൻസ്മെൻറ്റ് അഡ്രസ്സ് നടത്തുന്നുണ്ട് 2005. യൂട്യൂബിൽ നിന്ന് കിട്ടും, വണ്ടർഫുള്ളാണ്. JK റൗളിങ്ങിൻ്റെ അവർ പറയുന്ന ദ ഫ്രിഞ്ച് ബെനിഫിറ്റ് ഓഫ് ഫെയിലിയർ, ബ്യൂട്ടിഫുള്ളാണ്. അൽപാസിനോടെ ഇഞ്ച സ്പീച്ച് ഫ്രം എനി ഗീവൺ സൺഡേ, ഭയങ്കര മോട്ടിവേഷണൽ ഭാഗമാണ് അതിനകത്ത്. എലൻ ഡൈജനസിൻ്റെ ടുലേന യൂണിവേഴ്സിറ്റി കമൻസ്മെൻറ്റ് അഡ്രസ്സ് 2009 ബ്യൂട്ടിഫുൾ. ജിം ക്യാരിയുടെ മഹാർഷി യൂണിവേഴ്സിറ്റി കമൻസ്മെൻറ്റ് അഡ്രസ്സ് അതിനകത്ത് 2014 ഹ്യൂമേഴ്സും ഉണ്ട് ഒത്തിരി. അതുപോലെ തന്നെ നമ്മൾ വല്ലാതെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതാണ് അർണോൾഡ് ഷ്വാസ്നഗറിൻ്റെ 6 റൂൾസ് ഓഫ് സക്സസ്. അതുകൂടാതെ അദ്ദേഹം 2% ആൾക്കാർ മാത്രമേ വിജയിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞൊരു സ്പീച്ച്. അദ്ദേഹത്തിന് ഒരുപാട് സ്പീച്ചസ് ഉണ്ട്. സൂപ്പർ സോൾ സൺഡേ എന്ന് പറഞ്ഞിട്ട് ഓപ്ര വിൻഫ്രീയുടെ അതിനകത്ത് ഒത്തിരി പേരെ ഇവരെ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പം ഷ്വാസ്നഗർ 6 റൂൾസ് ഓഫ് സക്സസ്
അതിനകത്ത് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ലെസ് ബ്രൗണിൻ്റെ ഇറ്റ്സ് പോസിബിൾ ഒരു നല്ല മോട്ടിവേഷണൽ സ്പീച്ചാണ്. അതുപോലെ തന്നെ എറിക് തോമസിൻ്റെ ഹൗ ബാഡ് ഡു യു വാണ്ട് ഇറ്റ്, നല്ല സ്പീച്ചാണ്. സിഗ് ജിഗ്ലർ, അദ്ദേഹം ഈ പറഞ്ഞ സെയിൽസ് ഗുരു ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത്. സി അറ്റ് ദ ടോപ്പ്, ബ്യൂട്ടിഫുൾ സ്പീച്ച്. അതൊക്കെ നമുക്ക് യൂട്യൂബിൽ നിൽക്കുന്ന ഒപ്രാ വിൻഫ്രിയുടെ സ്റ്റാൻഫോർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസ്സിൻ്റെ അതിനകത്തൊരു കമൻസ്മെൻറ്റ് അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അവിടെ അവർ എംഫസൈസിങ് ഇമ്പോർട്ടൻസ് ഓഫ് ഫൈൻഡിങ് വൺസ് പർപ്പസ് ജീവിതത്തിൽ. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഡാൻസൽ വാഷിങ്ടൻ്റെ ഫെയിൽ ഫോർവേഡ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സ്പീച്ച്. അതുപോലെ തന്നെ മലാല യൂസഫ്സായിയുടെ നൊബൽ പ്രൈസ് കിട്ടുന്നു, അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് സ്പീച്ച്, ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ ഇൻസ്പയറിങ് ആക്ടിവിസം ഫോർ എഡ്യൂക്കേഷൻ, വിമൻസ് റൈറ്റ്സിന് അതാണത് പറയുന്നത്. പിന്നെ എൻ്റെ ഗുരുകൂടമായ ടോണി റോബിൻസിൻ്റെ വൈ ഡു വി ഡു വാട്ട് വി ഡു, ഉഗ്രൻ സ്പീച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ഷെറിൽ സാൻബർഗിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫേസ്ബുക്കിൻ്റെ CEO ആയിട്ട് അവർ വന്നാണ് അതിനത്രയും മാറ്റം ഉണ്ടാക്കിയത്. അവരുടെ ആദ്യത്തെ ഹസ്ബൻഡ്, രണ്ടാമത്തെ ഹസ്ബൻഡ് നല്ല ആളായിരുന്നു, പക്ഷേ അയാൾ ആക്സിഡൻറ്റിൽ മരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് അവർ ഇതിൽ വന്ന് ഇതിനെ വിജയിപ്പിച്ചിട്ട് 1.5 ബില്യണൊക്കെ അവർക്ക് റെമ്യൂണറേഷൻ കിട്ടുന്ന ലെവലിലേക്ക് അവർ വരുന്നു. ബ്യൂട്ടിഫുൾ. ഹാർവാർഡ് ബിസിനസ് സ്കൂളിൻ്റെ സ്പീച്ച് 2012 ബ്യൂട്ടിഫുൾ സ്പീച്ച്. പിന്നെ അതുപോലെ തന്നെ നടൻ വിൽ സ്മിത്തിൻ്റെ ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്, അതിനകത്ത് ആ ബാസ്ക്കറ്റ് ഫോൾ സീന് വണ്ടർഫുള്ളാണ്, നമുക്ക് നല്ല മോട്ടിവേറ്റിംഗ്. ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞ ആ സ്പീച്ച്, അങ്ങനെ തുടങ്ങുന്ന സ്പീച്ച്. പിന്നെ നിക് വിജാസുക്കിൻ്റെ നോ ആംസ് നോ ലങ്സ് നോ വറീസ് എന്ന് പറയുന്ന, നിങ്ങൾക്ക് യൂട്യൂബിൽ നിൽക്കുക ഇതെല്ലാം. റാൻഡി പോൾസിൻ്റെ ലെറ്റസ് ലെക്ചർ, അപ്പോൾ ബ്യൂട്ടിഫുള്ളാണത്. അതേപോലെ തന്നെ മെൻ്റൽ എംപവർമെൻറ്റ് നമുക്കെപ്പോഴും കൊടുക്കുമ്പോഴത്തേക്ക് ഒരു മെൻ്റൽ മോട്ടിവേഷൻ സ്പീച്ചിനകത്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, ബിലീഫ് ചേഞ്ച് ചെയ്യുന്ന പോലെ ബിഹേവിയർ ചേഞ്ച് അവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റണം. അതുപോലെ നമുക്ക് അപ്പോൾ ഈ സ്പീച്ചസ് ബിഹേവിയർ ചേഞ്ച് അത്രയും ഇഫക്റ്റീവാണ്. അതിന് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി അത് വെച്ച് മാറും. മോട്ടിവേഷണൽ ഇൻഡിവിജ്വൽസ്, അപ്പോൾ അവർ ആ ഒരു രീതിയിൽ മാറ്റം, ഇമ്പ്രൂവ്ഡ് വെൽബീങ്, ഈ സ്പീച്ചിന് ശേഷം അപ്പോൾ അതോടുകൂടി അവർക്ക് കോൺഫിഡൻസ് വല്ലാതെ കൂടും. സ്ട്രെസ്സ് അങ്ങ് പോകും, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യപ്പെട്ടു പോകും. ആ ടീമിൻ്റെ മൊറയിൽ അവരെല്ലാവരും അത് കാണുമ്പോഴത്തേക്കും. അതുപോലെ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് നമ്മൾ കൊടുത്ത ഒരു സ്പീച്ചിൻ്റെ പേരിൽ. പിന്നെ കോപ്പിംഗ് വിത്ത് ചാലഞ്ചസ് നമ്മൾ കൊടുത്ത അതിൻ്റെ റിസൾട്ടായിട്ടാണ്. എൻകറേജിങ് ക്രിയേറ്റിവിറ്റി ആൻഡ് മോട്ടിവേഷണൽ സ്പീച്ചസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിൽ കൂടെ വരുന്ന ഗോൾ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ശക്തി, ഊർജം. മോട്ടീവ് ഫോർ ആക്ഷൻ എന്നാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടീവ് ഫോർ ആക്ഷൻ ആൻഡ് ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്സ് നമ്മൾ കൊടുക്കുന്ന ഇതിൻ്റെ പേര്. എഡ്യൂക്കേഷണൽ ഇമ്പാക്റ്റ് നമ്മുടെ സ്പീച്ചിൻ്റെതായിട്ട്. കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന് അവരെ കൊണ്ട് കഴിയുക. പിന്നെ ഇൻസ്പയറിങ് ഫോർ ചേഞ്ചസ്, വലിയ മാറ്റമാണ്. പിന്നെ നമ്മുടെ സ്പീച്ചിൻ്റെ റിസൾട്ടാണ് എംപവർമെൻറ്റ് ഫോർ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. എപ്പോഴും നമുക്ക് ഒരു സ്പീച്ച് ഉണ്ടെങ്കിൽ. പിന്നെ ക്രൈസിസ് റെസ്പോൺസ് വളരെ നല്ലൊരിതാണ്. അതുപോലെ തന്നെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി പലപ്പോഴും സ്പീക്കേഴ്സ് എടുത്ത് ചെയ്യുന്നതാണ്. എനിക്കൊരു ഉത്തരവാദിത്തം ഇതിനകത്തുണ്ട്. പിന്നെ പോസിറ്റീവ് ഓർഗനൈസേഷണൽ കൾച്ചർ നമുക്ക് പലപ്പോഴും കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ സംസാരിച്ചതിൻ്റെ പേരിൽ ലോങ് ടേം ഇമ്പാക്റ്റ്. പിന്നെ നമുക്ക് എപ്പോഴും സംസാരിക്കുമ്പോൾ ഓഡിയൻസ് അനലൈസ് ചെയ്തിട്ട് അവരുടെ ഇൻട്രസ്റ്റ്, ഡെമോഗ്രഫീസ് അവർക്ക് വളരെ ക്രൂഷ്യലായിരിക്കണം. നമ്മൾ ഓരോ സംസാരത്തിൻ്റെയും ക്ലിയർ ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ ഏതൊരു സ്പീച്ചിന് പോകുമ്പോഴും നമ്മൾ ചെയ്യേണ്ട റീസെർച്ച് നമ്മൾ ചെയ്തിട്ടേ പോകാം. സമയമില്ലാന്നൊന്നും അവിടെ നമ്മൾ പറയാൻ പാടില്ല. പിന്നെ എപ്പോഴും അതിൽ കൂടെ ഒരു പേഴ്സണൽ കണക്ഷൻ, പിന്നെ നമുക്കൊരു ഇമോഷണൽ അപ്പീല് നമുക്ക് അവരുമായിട്ട് നടത്താം. പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് സ്ക്രിപ്റ്റ് ചെയ്യാം, മൊബൈലിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്തിട്ടുണ്ട് വന്ന് അത് നോക്കി സംസാരിക്കുന്നില്ലാത്തൊന്നും കുഴപ്പമില്ല. വേണേൽ നമുക്ക് റിഹേഴ്സ് ചെയ്യാം, വളരെ റെയർ ആയിട്ടുള്ള സ്പീച്ചാണെങ്കിൽ. പിന്നെ നമുക്ക് അവരിൽ നിന്ന് ചില ഫീഡ്ബാക്ക് എടുത്ത് ചില മാറ്റങ്ങൾ വരുത്താം. വിഷ്വലായിട്ട് കാണിക്കാൻ പറ്റിയതാണെങ്കിൽ ടൈമിനകത്ത് തന്നെ നിർത്തണം. വെന്യൂ നമ്മൾ കൺസിഡർ ചെയ്യണം, ഏത് വിധത്തിലുള്ളതാണ്. പിന്നെ നമ്മൾ ആ സിറ്റുവേഷൻ, എനിക്ക് പലപ്പോഴും പ്രൊജക്ടർ വർക്ക് ചെയ്യാതൊക്കെ ആയിപ്പോയിട്ടുണ്ട്. ഞാൻ മൈക്ക് വെച്ച് മാത്രം സംസാരിച്ചിട്ടുള്ള, എല്ലാം പ്രിപ്പയർ ചെയ്ത് പോയത്. പിന്നെ ഏത് സിറ്റുവേഷൻ നേരിടാനുള്ള കോൺഫിഡൻസ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി 700 കുട്ടികൾ ഞാൻ സംസാരിക്കാനായിട്ട് എഴുന്നേൽക്കുകയും ഈ കുട്ടികൾ മുഴുവൻ നിന്നിട്ട് കൂവാൻ പറയും, നിർത്താതെ കൂവാൻ പറയും. സാധാരണഗതിയിൽ ഏതൊരു ഗസ്റ്റും ധരിച്ചു പോകും. ഞാൻ വളരെ ഒരു പെർഫോമൻസ് കാണുന്ന ഒരു അത്ഭുതത്തോടു കൂടി ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ഏറ്റവും മുകളിൽ നിന്നുകൊണ്ട് ഇവരെ ഇങ്ങനെ
കണ്ടുകൊണ്ട് നിന്നു. കൈ അനക്കോ പേടിയോ ഒന്നുമില്ല, വളരെ പുഞ്ചിരിയോട് കൂടി നിന്നു. അങ്ങനെ ഞാനൊരു 6-7 മിനിറ്റ് നിശ്ചലനായിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞപ്പം അവർ തന്നെ സ്തംഭിച്ച് അവസാനം നിർത്തി. അത് കഴിഞ്ഞ് ഞാൻ അവരെ ഒരുപാട് മാനേഴ്സും പഠിപ്പിച്ചു. നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലോട്ട് വരുന്ന ആൾക്കാരെ. അപ്പോൾ എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോഴത്തേക്കും അപ്പോൾ അങ്ങനത്തെ കോൺഫിഡൻസ് വേണം. ചിലപ്പോൾ നമ്മളെ ആരെങ്കിലും ചാലഞ്ച് ചെയ്തെന്ന് വരും. പിന്നെ നമ്മൾ പറയുന്നതിന് ഓതൻറ്റിസിറ്റി മുഴുവൻ പറഞ്ഞില്ലെങ്കിലും ആവശ്യം വന്നാൽ എടുത്തു പറയാനായിട്ടുള്ള ഓതൻറ്റിസിറ്റി. പലപ്പോഴും എൻ്റെ ലാപ്ടോപ്പിനകത്ത് തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ കൂടെയുള്ള കണക്കുകളും മറ്റും എല്ലാം ഇട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എൻഗേജിങ് ബോഡി, വെറുതെ നമ്മൾ ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യണം. ആൻഡ് ഇഫക്റ്റീവ് ട്രാൻസിഷൻ, ഒരു പോയിന്റിൽ നിന്നും അടുത്തതിലേക്ക് നമ്മൾ പോയിന്റ് പോകുമ്പോഴത്തേക്കും ക്ലോസ്ലി കണക്റ്റഡ് ആയിരിക്കണം, ബന്ധമുള്ള തമ്മിൽ വേണം. സ്പീച്ച് നമ്മൾ അവസാനിപ്പിക്കുമ്പം ഉള്ള അതുകൂടെ അത് നമ്മളിൽ ഒരു പോസ്റ്റ് ആക്ഷൻ ഫൈനലി, ഇപ്പോൾ സെൽഫ് റിഫ്ലക്ഷൻ പോലെ നമുക്ക് എന്തെങ്കിലും വരുന്ന അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു സൂപ്പർഫിഷ്യൽ സ്പീച്ചിന് നമ്മൾ പോകരുത്. എല്ലാം ഡെപ്തിൽ. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്ന യൂട്യൂബ് നിങ്ങൾക്കറിയാം, സാധാരണ ഇത് 10 മിനിറ്റ് കൊണ്ട് എല്ലാം തീരും. പക്ഷേ ഞാൻ സമയമെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് ഉപകാരപ്പെടണം. എത്ര പേരാ, 1000 പേരാ കണ്ട 1000 പേരില്ലേ? അപ്പം ലോങ് ടേം ഇമ്പാക്റ്റ് ഉണ്ടാകണം എന്നുള്ളതാണ്. യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി വേണം, എത്തിക്കൽ കൺസിഡറേഷൻസ് ഉണ്ടാകണം. പിന്നെ അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഉണ്ടാകണം. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇനി പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ഭയങ്കര അഡ്വാൻസ് ഉണ്ട്. വെറും പബ്ലിക് സ്പീക്കിങ്ങിനുള്ള ഈ ഫിയർ മാറ്റുന്നല്ല, അത് നമുക്ക് NLP ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് മാറ്റാമെന്നുള്ളൂ. ഫിയറും ഫോബിയ മാറ്റാനുള്ള ടെക്നിക്ക് അതല്ല. നമ്മൾ മാനേജിങ് ദ സ്റ്റേജ്, 360 ഡിഗ്രി ആർട്ടിക്കുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അഡ്വാൻസ് കോഴ്സസ് ഉണ്ട്. ഈ 10-20 ലക്ഷം രൂപയൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കോഴ്സിന് വാല്യൂ ഉള്ള കോഴ്സാണ്. അപ്പം അങ്ങനെയുള്ള കോഴ്സൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് എവിടെയും എങ്ങനെ വേണേലും നമ്മുടെ ഡെലിവറിയുടെ ശൈലി ഒത്തിരി മാറും. ഞാൻ ഇനി സബ്സിക്വൻ്റ് ആയിട്ടുള്ള പല പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ഇത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് പകർന്നു ചെയ്ത് തരാനായിട്ട് നോക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന റിട്ടറിക്കൊക്കെ ഞാൻ ലേണിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലേണിംഗ് കയറി കഴിഞ്ഞാൽ അതുകൂടെ നിങ്ങൾക്ക് പഠിച്ച് ഇത് ചെയ്യാം. അതുപോലെ ലോജിക്കൽ ഫാലസീസ് പോലുള്ള മറ്റുള്ളവർ പറയുന്നതിനകത്ത് ലോജിക്കലി കോൺട്രഡിക്ഷൻസ് കണ്ടുപിടിച്ച് നമ്മുടെ വാദഗതി പ്രകടിപ്പിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ നമ്മൾ ലേണിങ്ങിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതും വേണേൽ ഉപയോഗിക്കാം. ഓൾ ദി ബെസ്റ്റ്.